എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പം അലീന ബാലേന്ദ്രൻ്റെ മകളല്ല എന്നുള്ള കാര്യം രോഹിത് പറഞ്ഞു കഴിയുകയും ആകെ സങ്കടമാകുന്നുണ്ട് ബബിതയ്ക്ക്. അല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പം അല്ല എന്ന് പറയും. അതെങ്ങനെയാണ് രോഹിയേട്ടനെ അറിഞ്ഞത് എന്ന് ചോദിക്കുമ്പം രോഹിത് തന്നെ പറയുന്നുണ്ട്, ഞാൻ അലീന ചേച്ചിയോട് ചോദിച്ചു, അന്നേരം അലീന ചേച്ചി അത് സമ്മതിച്ചു. അതുകൂടാതെ അന്ന് മാനേജർ അച്ഛനെ കാണാൻ പോയപ്പോഴും മാനേജർ അച്ഛൻ അലീന ചേച്ചിയോട് ചോദിച്ചു ബാലേന്ദ്ര മേനോൻ റിയൽ ഫാദർ ആണോ എന്ന്. അന്നേരം അല്ല എന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞാണ് അലീന ചേച്ചി ഓർഫനേജിനാണ് വളർന്നത് എന്നുള്ള കാര്യം അച്ഛനോട് പറയുന്നത്. ഇവിടെ വേലക്കാരിയായിട്ട് വന്നതാണ് എന്നൊക്കെ പറഞ്ഞു. അതിനു മുമ്പ് അച്ഛൻ വിചാരിച്ചിരുന്നത് എൻ്റെ സിസ്റ്ററാണ് എന്നാണ്. അതുകൊണ്ട് ചോദിച്ചപ്പം ചേച്ചി ആ കാര്യങ്ങളൊക്കെ അവിടെ പറഞ്ഞു എന്ന് പറയുമ്പം ഭവതി ചോദിക്കുന്നുണ്ട്, അയ്യേ ഇതൊക്കെ എന്തിനിങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്, അനാഥാലയത്തിലാണ് വളർന്നത്, അതുപോലെ അനാഥയാണ് എന്നൊക്കെ പറയുന്നത് വലിയ കാര്യമാണോ, നമുക്കുള്ള റെസ്പെക്റ്റോടെ എന്തിനാണ് അത് ഇല്ലാതാക്കുന്നത് എന്നൊക്കെ ചോദിക്കുവാണ് ബബിത. അന്നേരം രോഹിത് പറയുന്നുണ്ട്, അങ്ങനെയൊന്നുമല്ല, ചേച്ചി അനാഥാലയത്തിലാണ് ഇത്രയും കാലം വളർന്നത് എന്ന് അച്ഛനോട് പറഞ്ഞപ്പം അച്ഛൻ പറയുവാണ്, നിന്നോട് എനിക്കിപ്പോൾ റെസ്പെക്റ്റ് തോന്നുവാണ് എന്ന്. അതിനുശേഷം സ്നേഹത്തോടു കൂടിയാണ് ചേച്ചിയോട് അച്ഛൻ സംസാരിച്ചത് എന്നൊക്കെ പറയുമ്പോഴേക്കും എന്താ അത്ഭുതം കേട്ട പോലെ ഇങ്ങനെ നോക്കി നിൽക്കുവാണ് ബബിത. അന്നേരം കൃഷ്ണമോൾക്ക് ചിരി വരുന്നുണ്ട്. അന്നേരം ബബിത ചോദിക്കും, നീ എന്തിനാണ് ചിരിക്കുന്നത്, നിനക്കിത് നേരത്തെ അറിയാമായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് അറിയാമായിരുന്നു എന്ന് പറയും. അന്നേരം ബബിത, നിങ്ങൾക്കൊക്കെ ഇത് അറിയാമായിരുന്നല്ലേ, എന്നിട്ട് എന്താ എന്നോട് പറയാതിരുന്നത് എന്ന് ചോദിക്കുമ്പം രോഹിത് പറയും, നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് അറിയാമെന്ന് ഞാൻ വിചാരിച്ചത്, നിങ്ങൾക്ക് അറിയത്തില്ല എന്ന് എനിക്ക് അറിയില്ലായിരുന്നു എന്ന് പറയും. അന്നേരം ഓഹോ ഇങ്ങനെയാണോ കാര്യങ്ങൾ, എങ്കിൽ ഇത് അച്ഛനോട് തന്നെ എനിക്ക് ചോദിക്കണമല്ലോ എന്ന് പറഞ്ഞിട്ട് നേരെ കയറി ബാലേന്ദ്രൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അന്നേരം രോഹിത് പറയുന്നുണ്ട്, അവൾ മിക്കവാറും അച്ഛൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച് കെട്ടിയിട്ട് വരും എന്ന്. അങ്ങനെ ബബിതി അങ്ങ് പോയി കഴിയുമ്പം കൃഷ്ണമോൾക്കൊരു സംശയം, ഇനി ബാലേന്ദ്രൻ്റെ മകളല്ല എന്ന് മാത്രമേ പറഞ്ഞോളൂ, വേറെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരിക്കുമോ എന്ന്. അതറിയാൻ വേണ്ടി ചോദിക്കൂ കേട്ടോ. രോഹിയേട്ടനോട് അച്ഛൻ്റെ മകളല്ല എന്ന് മാത്രമേ പറഞ്ഞോളൂ, വേറെ എന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിക്കുമ്പം ഇല്ല വേറെ ഒന്നും പറഞ്ഞില്ല, എന്തേ വേറെ എന്തെങ്കിലും കൂടെ പറയാനുണ്ടായിരുന്നോ എന്ന് ചോദിക്കുക. അന്നേരം അങ്ങനെയൊന്നുമില്ല, എന്തെങ്കിലും പറഞ്ഞോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ ചോദിച്ചത് മാത്രമേ ഉള്ളൂ എന്ന് പറയും. അന്നേരം രോഹിത് പറയുന്നുണ്ട്, എനിക്ക് ചോദിക്കണമെന്നുണ്ടായിരുന്നു, ചേച്ചിക്ക് ശരിക്കും ചേച്ചിയുടെ അച്ഛനും അമ്മയും ആരാണ് എന്ന് അറിയാം എന്ന് മാനേജർ അച്ഛനോട് പറഞ്ഞായിരുന്നു. അതാരാണ് എന്ന് ചോദിക്കണം എന്നൊക്കെ എനിക്ക് മനസ്സിൽ തോന്നിയതാണ്, പക്ഷേ ചേച്ചിക്ക് അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്നോർത്ത് ഞാൻ ചോദിച്ചില്ല എന്ന് പറയുമ്പം കൃഷ്ണമോള അത് നന്നായി എന്ന് പറയും. അന്നേരം നന്നായെന്നോ, അപ്പം നിനക്ക് അറിയാവോ ചേച്ചിയുടെ അച്ഛനും അമ്മയും ആരാണെന്ന് നിനക്കറിയാവോ എന്ന് ചോദിക്കും. അന്നേരം എനിക്കറിയാം എന്ന് പറയുവാണ്. അതെങ്ങനെയാണ് നീ അറിഞ്ഞത്, എങ്കിൽ എന്നോട് പറ എന്ന് പറയുന്നു. അന്നേരം കൃഷ്ണമോള് പറയും, ഇല്ല ഞാൻ പറയുകയില്ല എന്ന്. അന്നേരം അതെന്താടി എന്നോട് പറഞ്ഞാൽ ഇനി അലീന ചേച്ചി ആരോടും പറയരുതെന്ന് നിന്നോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കും. അന്നേരം കൃഷ്ണമോള് പറയും, എനിക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാം എന്നുള്ള കാര്യം അലീന ചേച്ചിക്ക് അറിയത്തില്ല എന്ന്. അന്നേരം നിന്നോട് പിന്നെ ഇതൊക്കെ ആരാ പറഞ്ഞത് എന്ന് അടുത്ത ചോദ്യമാണ് രോഹിയുടെ. അന്നേരം കൃഷ്ണമോള് പറയും, എന്നോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത് അച്ഛനാണ്, അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇത് വേറെ ആരോടും പറയരുതെന്ന്, അതുകൊണ്ട് ഞാൻ പറയുകയില്ല എന്ന് പറയും. അന്നേരം രോഹി ചോദിക്കും, അങ്ങനെ പറയില്ലേടി, ആ അച്ഛൻ്റെ മോൻ തന്നെയല്ലേ ഞാനും, നീ എനിക്ക് എന്നോട് പറഞ്ഞു നോർത്ത് എന്താ കുഴപ്പം, എന്നോട് പറ എന്ന് പറഞ്ഞ് നിർബന്ധിക്കുക. അന്നേരം കൃഷ്ണമോൾ പറയും, ഇല്ല ഞാൻ പറയുകയില്ല, ഞാൻ അച്ഛന് വാക്ക് കൊടുത്തതാണ്, ഇനി ഞാനിത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചീറ്റിംഗ് ആകും, അതുകൊണ്ട് ഞാൻ പറയുകയില്ല എന്ന് പറയും. അന്നേരം ഇങ്ങനെ വിഷമത്തോടു കൂടി രോഹിത് നോക്കുവാണെങ്കിൽ കൃഷ്ണമോളുടെ മുഖത്തേക്ക്, അന്നേരം നോക്കണ്ട ഞാൻ പറയുകയില്ല, അത് ചീറ്റിംഗ് അതുകൊണ്ട് ഞാൻ പറയില്ല കേട്ടോ എന്ന് പറഞ്ഞിട്ട് നേരെ പഠിക്കാനായിട്ട് പോകുന്നു. അവിടെ പോയിരുന്ന് പഠിക്കുവാണ്. രോഹിത് ഇങ്ങനെ കുറച്ച് നേരം കൃഷ്ണമോളെ നോക്കിയിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഈ സമയം ബാലേന്ദ്രൻ ഗോവർദ്ധനെ വിളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഗോവർദ്ധനോട് പറയുന്നുണ്ട്, നാളെ വേറെ തിരക്കുകളൊന്നും ഇല്ല എങ്കിൽ നമുക്കൊരു യാത്ര പോകണം കേട്ടോ എന്ന്. ഈ യാത്രയാണ് അലീനയുടെ അച്ഛനെ തിരഞ്ഞു പോകുന്നത് കേട്ടോ ശരിക്കും. ഏതായാലും അതൊക്കെ പറഞ്ഞൊരു ഫോം വയ്ക്കും. അപ്പോഴത്തേക്കും റൂമിലേക്ക് ബബിത വരും. എന്നിട്ട് എന്താ അച്ഛാ ഇവിടെ പ്രശ്നം എന്ന് ചോദിക്കും. അന്നേരം ഇവിടെ എന്താ പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്ന് ബാലേന്ദ്രൻ പറഞ്ഞു കഴിയുമ്പം ബബിത ചോദിക്കും, ഒരു പ്രശ്നം ഇല്ലാഞ്ഞിട്ടാണോ അച്ഛൻ്റെ മാനസപുത്രി കരഞ്ഞുകൊണ്ട് ഇറങ്ങി പോകുന്നത് കണ്ടത് എന്ന് ചോദിക്കുമ്പം ഇതെന്താണ് നീ പറയുന്നത്, നിനക്ക് വന്ന് എന്തും പറയാം എന്നുള്ള രീതി ആയോ എന്ന് ചോദിക്കുക. അന്നേരം അതെന്താ വെച്ചാൽ മാനസപുത്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വല്ല ചീത്ത കാര്യമാണോ, ഞാൻ ആരുടെ കാര്യമാണ് ഉദ്ദേശിച്ചത് എന്ന് അച്ഛന് മനസ്സിലായില്ലേ എന്ന് ചോദിക്കും. അന്നേരം ബാലേന്ദ്രൻ പറയുവാണ്, അവളിവിടെ വന്ന് ഇവിടുന്ന് പോകണം എന്ന് പറഞ്ഞു, അത് വേണ്ട എന്ന് ഞാൻ അവളോട് പറഞ്ഞു, അപ്പോഴും അവൾ പോകണം എന്നുള്ള കാര്യത്തിൽ ഉറച്ചു നിന്നപ്പോൾ ഞാൻ കുറച്ച് വഴക്ക് പറഞ്ഞു, അതുകൊണ്ടായിരിക്കും അവൾ കരഞ്ഞുകൊണ്ട് പോയത് എന്ന് പറയും. അന്നേരം ബബിത ചോദിക്കും, അതെന്തിനാ അലീന ചേച്ചി ഇവിടുന്ന് പോകുന്നത്, അച്ഛൻ പറഞ്ഞ അലീന ചേച്ചി കേൾക്കുകയല്ലേ എന്ന് ചോദിക്കും. അന്നേരം ഞാനത് പറഞ്ഞിട്ട് അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല, അവൾ പോകണം എന്നുള്ള രീതിയിൽ തന്നെ നിൽക്കുവാണ് എന്ന് പറയുമ്പം എന്തിനാ അച്ഛാ അലീന ചേച്ചി ഇവിടുന്ന് പോകുന്നത്, അതിൻ്റെ ആവശ്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ അതെന്താ ബബിത നിനക്കറിയത്തില്ലേ, നിൻ്റെ അമ്മ ഇങ്ങോട്ട് വരാൻ വേണ്ടിയാണ് അവൾ ഇവിടുന്ന് പോകാൻ വേണ്ടി തയ്യാറെടുക്കുന്നത്, അത് നിനക്ക് അറിയാൻ മേലാത്ത കാര്യമാണോ എന്ന് ചോദിക്കും. അന്നേരം ബബിത വീണ്ടും, അങ്ങനെ ചേച്ചി പോകാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അച്ഛൻ്റെ മകളല്ലേ, അച്ഛനെ പറഞ്ഞു നിർത്താലോ, അച്ഛൻ ഞങ്ങളെയൊക്കെ പറഞ്ഞ് അനുസരിപ്പിക്കാറില്ല, അതുപോലെ അലീന ചേച്ചി
ചേച്ചിയെ പറഞ്ഞ് അനുസരിപ്പിച്ചാൽ എന്താണ് കുഴപ്പം എന്ന് ചോദിക്കുവാണ്. അന്നേരം ബാലേന്ദ്രൻ പറയും, അവൾ കഴിഞ്ഞ 10-23 വർഷം എൻ്റെ സംരക്ഷണത്തിൽ അല്ലല്ലോ വളർന്നത്, നിങ്ങൾ എൻ്റെ സംരക്ഷണത്തിലാണ് വളർന്നത്, ആ ഒരു വ്യത്യാസമുണ്ട് എന്ന് പറയുമ്പം ബബിത ചോദിക്കും, എങ്കിലും അച്ഛൻ്റെ മകളല്ലേ, അച്ഛൻ അനുസരിപ്പിക്കാൻ മേലെ എന്ന് ചോദിക്കുവാണ്. അന്നേരം ആകെ ഒരു വിഷമമാകുന്നുണ്ട് ബാലേന്ദ്രനെ. അപ്പം ബാലേന്ദ്രൻ പറയും, ഇത്രയും കാലം അവൾ എങ്ങനെയാണോ ജീവിച്ചത് അതുപോലെ തന്നെ അങ്ങ് ജീവിച്ചോട്ടെ എന്ന്. അന്നേരം ബബിത ചോദിക്കും, അച്ഛനോട് ഞാനൊരു സംശയം ചോദിച്ചോട്ടെ എന്ന്. അന്നേരം ബാലേന്ദ്രന് കാര്യങ്ങൾ ഏകദേശം മനസ്സിലായി വരുന്നുണ്ട്. എന്നിട്ട് എന്താ നിനക്ക് ചോദിക്കാനുള്ളത് എന്ന് ചോദിക്കുവാണ്. അന്നേരം ബബിത, ശരിക്കും അലീന ചേച്ചി അച്ഛൻ്റെ മകളാണോ എന്നൊരു ചോദ്യം അങ്ങ് ചോദിക്കുന്നു. അന്നേരം ബാലേന്ദ്രന് പെട്ടെന്ന് മുഖമൊക്കെ അങ്ങ് മാറും, ആകെ വിഷമാകുന്നുണ്ട്. അതെന്താ നീ ഇപ്പം അങ്ങനെ ഒരു ചോദ്യം എന്നോട് ചോദിച്ചത് എന്ന് ചോദിക്കും. അന്നേരം ബബിത പറയുന്നുണ്ട്, എന്നോട് രോഹിയേട്ടൻ പറഞ്ഞു അലീന ചേച്ചി അച്ഛൻ്റെ മകളല്ല എന്ന്. ആ കാര്യം കൃഷ്ണമോള് സമ്മതിക്കുകയും ചെയ്തു, അതുകൊണ്ട് ചോദിച്ചതാണ് എന്ന് പറയും. അന്നേരം ബാലേന്ദ്രൻ പറയും, അങ്ങനെയൊരു കാര്യം അലീന അവനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയാണ് എന്ന്. അന്നേരം ബബിത വീണ്ടും ചോദിക്കുന്നുണ്ട് ബാലേന്ദ്രനോട്, പിന്നെ എന്തിനാണ് ഞങ്ങളോട് അച്ഛൻ അങ്ങനെ ഒരു നുണ പറഞ്ഞത്, അതിൻ്റെ ആവശ്യം എന്തായിരുന്നു എന്ന്. അന്നേരം ബാലേന്ദ്രൻ പറയും, ഞാൻ അങ്ങനെ ഒരു കാര്യം പറഞ്ഞത് അവളെ ഈ വീട്ടിൽ പിടിച്ചു നിർത്താൻ വേണ്ടിയായിരുന്നു, ഈ കുടുംബം തകർന്നു പോകാതിരിക്കാൻ വേണ്ടിയായിരുന്നു. അതുകൊണ്ടാണ് അവൾ ഇവിടെ നിന്നതും നിങ്ങളെല്ലാവരെയും സംരക്ഷിച്ച് പിടിച്ചതും. അലീന എൻ്റെ റൂമിലേക്ക് വരുമ്പം നീ അടക്കം ഉള്ള നിൻ്റെ അമ്മയ്ക്കും രോഹിക്കുമൊക്കെ സംശയമായിരുന്നല്ലോ ഞാനും അവളും തമ്മിൽ എന്തെങ്കിലും അവിഹിത ബന്ധമുണ്ടോ എന്ന്. പലപ്പോഴും അലീന ഈ റൂമിലേക്ക് വരുമ്പോൾ പുറത്തു വന്ന് നീ സ്പൈ വർക്ക് ചെയ്തിട്ടില്ലേ നിൻ്റെ അമ്മയ്ക്ക് വേണ്ടി, ഈ റൂമിൽ നടക്കുന്നത് വേറെ എന്തോ അരുതാത്ത കാര്യമാണെന്ന് നിൻ്റെ അമ്മ പറയുന്നത് കേട്ട് നീ വിശ്വസിച്ചിട്ടില്ലേ. നീ മാത്രമല്ല രോഹിയും വിശ്വസിച്ചിട്ടുണ്ട്. അത് അവളെ വളരെയേറെ വേദനിപ്പിച്ചു. ആ ഒരു കാര്യത്തിൽ നിന്ന് അവൾക്ക് മോചനം കിട്ടാൻ വേണ്ടിയാണ് ഞാൻ അവൾ എൻ്റെ മകളാണ് എന്ന് പറഞ്ഞത്. വെറുതെ മകളാണെന്ന് പറഞ്ഞാൽ പോരല്ലോ, അതിനൊരു സാഹചര്യം ഉണ്ടാകണം. അങ്ങനെ മകളായത് എങ്ങനെ എന്ന് ചോദിച്ചാൽ അതിനൊരു കഥ ഉണ്ടാകണം. അതിനു വേണ്ടിയാണ് ഞാൻ അങ്ങനെ ഒരു കഥ ഉണ്ടാക്കി പറഞ്ഞത് എന്ന് പറയുമ്പോൾ അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ, ഞങ്ങളിങ്ങനെ പറ്റിക്കണ്ടായിരുന്നു. ഇപ്പം ശരിക്കും അലീന ചേച്ചി ഞങ്ങളുടെ ആരുമല്ലേ, ഞാൻ ശരിക്കും വിചാരിച്ചത് ഞങ്ങളുടെ സഹോദരിയാണ് എന്നാണ്. അതുകൊണ്ടാണ് ഇത്രത്തോളം സ്നേഹിക്കുന്നതും ഇതുപോലെ ചേർത്ത് പിടിക്കുന്നതും എന്ന് കരുതി. ആരുമല്ലാത്ത ഞങ്ങൾക്ക് വേണ്ടി ഇത്രയൊക്കെ ത്യാഗം സഹിക്കാൻ ആർക്കെങ്കിലും പറ്റുമോ അച്ഛാ എന്നൊക്കെ ഇങ്ങനെ വിഷമത്തോടെ ചോദിക്കുക. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട് ബബിതയോട്, നീ വിഷമിക്കുകയൊന്നും വേണ്ട, അവളുടെ സ്നേഹം സത്യമാണ്. അവൾ ശരിക്കും കൂടപ്പിറപ്പുകളെ പോലെ തന്നെയാണ് നിങ്ങളെല്ലാവരെയും കരുതുന്നത്. അതുകൊണ്ട് അവളെ നീ അവിശ്വസിക്കുകയൊന്നും ചെയ്യരുത് കേട്ടോ എന്ന് പറയും. അന്നേരവും ബബിതയ്ക്ക് ആകെ വിഷമമാണ്. ഇതിപ്പം ഞങ്ങളുടെ ആരും അല്ലാതെയായി അലീന ചേച്ചി, എനിക്ക് ആകെ വിഷമമാവുക എന്നൊക്കെ പറയുമ്പോൾ ബാലേന്ദ്രൻ പറയും, നീ വിഷമിക്കുകയൊന്നും വേണ്ട, എല്ലാം ശരിയാകും, സങ്കടപ്പെടേണ്ട കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ചിട്ടാണ് ബബിതയെ അവിടെ നിന്ന് ഇറക്കി വിടുന്നത്. അത് കഴിഞ്ഞ് ബബിത നേരെ അലീനയുടെ റൂമിലോട്ടാണ് വരുന്നത്. എന്നിട്ട് റൂമിൽ കയറി വാതിലടയ്ക്കും. എന്നിട്ട് അലീനയോട് ചോദിക്കുവാണ്, എന്തിനാണ് ഇങ്ങനെ നട്ടാക്കുരുക്കാത്ത കുറേ നുണകൾ നിങ്ങൾ ഞങ്ങളോട് പറഞ്ഞത്, അതിൻ്റെ ആവശ്യം എന്തായിരുന്നു എന്ന്. അന്നേരം അലീന ചോദിക്കും, ഞാൻ നിന്നോട് നുണയൊന്നും പറഞ്ഞില്ലല്ലോ, നീ എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കുമ്പം അച്ഛൻ്റെ മകളാണ് എന്ന് നുണ പറഞ്ഞില്ലേ, അതിൻ്റെ ആവശ്യം എന്തായിരുന്നു എന്ന് ചോദിക്കുക. അന്നേരം അലീന പറയും, ഞാൻ നിങ്ങളോട് എന്തെങ്കിലും നുണ പറഞ്ഞായിരുന്നോ? ഇല്ലല്ലോ. അച്ഛൻ്റെ മകളാണ് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞോ? ഇല്ലല്ലോ. അത് അച്ഛനല്ലേ പറഞ്ഞത് എന്ന് ചോദിക്കും. അന്നേരം അച്ഛൻ അങ്ങനെ പറഞ്ഞപ്പോൾ ചേച്ചിക്ക് എതിർക്കായിരുന്നല്ലോ, ചേച്ചി എന്താ എതിർക്കാതിരുന്നത് എന്ന് ചോദിക്കുവാണ്. അന്നേരം അലീന പറയുന്നുണ്ട്, അച്ഛൻ അങ്ങനെയൊരു നുണ പറഞ്ഞത് എന്നെ ഇവിടെ പിടിച്ചു നിർത്താൻ വേണ്ടിയായിരുന്നു, ഈ കുടുംബം തകർന്നു പോകാതിരിക്കാൻ വേണ്ടിയായിരുന്നു. അച്ഛൻ അങ്ങനെ ഒരു നുണ പറഞ്ഞതുകൊണ്ട് ആർക്കും ഒരു നഷ്ടം ഉണ്ടായില്ലല്ലോ. പിന്നെ അങ്ങനെ ഒരു നുണ പറഞ്ഞതുകൊണ്ട് ഞങ്ങൾക്ക് യാതൊരു ലാഭവും ഉണ്ടായില്ല. ആരും എന്നെ കുത്തി പറയാതിരിക്കാൻ വേണ്ടിയാണ് അച്ഛൻ അങ്ങനെ ഒരു നുണക്കഥ ഉണ്ടാക്കിയത് എന്ന് പറയുന്നു. അന്നേരവും ബബിത പറയുന്നുണ്ട്, ഇതിൻ്റെ ആവശ്യമില്ലായിരുന്നു. ചേച്ചി ശരിക്കും അച്ഛനെ അച്ഛ എന്ന് തന്നെയല്ലേ വിളിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ വിളിക്കണമെങ്കിൽ നിങ്ങൾ രണ്ടുപേരുടെ പ്ലാൻ ചെയ്തല്ലേ ഇതുപോലെ ഒരു കഥ ഉണ്ടാക്കിയത് എന്ന് വീണ്ടും ചോദിക്കും. അന്നേരം അലീന പറയുന്നുണ്ട്, ഞങ്ങൾ പ്ലാൻ ചെയ്ത് കഥ ഉണ്ടാക്കിയതൊന്നുമല്ല, നിങ്ങളെല്ലാവരും അദ്ദേഹത്തെ അച്ഛ എന്ന് വിളിക്കുന്നത് കാണുമ്പം എനിക്ക് കൊതിയാകാറുണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തെ സാറ് എന്നാണ് വിളിച്ചിരുന്നത്. പക്ഷേ എന്നെ ഒരു മകളെ പോലെ കണ്ട് സ്നേഹിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ ചോദിച്ചു അച്ഛ എന്ന് വിളിച്ചോട്ടെ എന്ന്. അതെൻ്റെ ഒരു ആവശ്യമായിരുന്നു, എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. ആദ്യമായിട്ട് ഞാൻ അച്ഛ എന്ന് വിളിച്ചപ്പം എനിക്കുണ്ടായ സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ സന്തോഷിച്ചത് ആ നിമിഷത്തിലായിരുന്നു എന്നൊക്കെ പറയും. പക്ഷേ ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ബബിതയ്ക്ക് അതങ്ങ് സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ, അലീന അവരുടെ ആരും അല്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ബബിത പറയുന്നുണ്ട്, എല്ലാം നശിപ്പിച്ചു, ഞങ്ങളുടെ സഹോദരിയാണ് എന്നൊരു ആശ്വാസത്തിലിരിക്കുമായിരുന്നു ഞാൻ ഇത്രയും കാലം. ഇതിപ്പം എൻ്റെ കോൺഫിഡൻസ് മൊത്തം ഇല്ലാതെയാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യവും സങ്കടവും ഒക്കെ കടിച്ചമർത്തിയാണ് ബബിത ആ റൂമിൽ നിന്ന് അങ്ങ് പോകുന്നത്. ബബിതയ്ക്ക് ഭയങ്കര വിഷമമായി. ബബിത പല രീതിയിൽ തിരിച്ചും മറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട്, എന്തിനിങ്ങനെ ചെയ്തു എന്ന്.
അതുപോലെ ഇതിനിടയ്ക്ക് പവതിക്ക് കറക്റ്റ് മനസ്സിലാകാൻ വേണ്ടി അലീന പറയുന്നുണ്ട്, അച്ഛൻ അങ്ങനെ പറഞ്ഞത് അച്ഛൻ്റെ ആത്മാഭിമാനം പണയം വെച്ചുകൊണ്ടാണ്. അച്ഛൻ ബാക്കിയുള്ളവരുടെ മുമ്പിൽ അങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ അച്ഛൻ്റെ സ്വഭാവശുദ്ധിയെ സംശയിക്കുകയാണ് നിങ്ങളെല്ലാവരും ചെയ്തത്. അച്ഛൻ വിവാഹത്തിന് മുമ്പ് മറ്റൊരു ബന്ധത്തിൽ ഒരു കുട്ടി ഉണ്ടായി എന്നുള്ളത് ഒരിക്കലും അച്ഛനൊരു അലങ്കാരമല്ല. അതെല്ലാം വേണ്ടെന്ന് വെച്ചുകൊണ്ട് ആ ഒരു നാണക്കേട് മറന്നുകൊണ്ടാണ് അച്ഛൻ എന്നെ മകളായിട്ട് സ്വീകരിച്ചത്. ആ മനസ്സ് കാണാതെ ഇരിക്കാൻ സാധിക്കത്തില്ല. അച്ഛൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് എല്ലാവരും അറിയണം. അത് എൻ്റെ കൂടി ആവശ്യമാണ് എന്നൊക്കെ അലീന പറയുന്നുണ്ടായിരുന്നേ. എന്തൊക്കെ അലീന പറഞ്ഞു എന്ന് പറഞ്ഞാലും അവിടെ നിന്ന് ഇറങ്ങി പോരുന്ന ബബിതയ്ക്ക് ആകെ വിഷമമാണ്. ബബിത സ്റ്റെപ്പേ വന്നിങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുക. അന്നേരം അടുക്കളയിൽ പോയി ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ എടുത്തുകൊണ്ട് റൂമിലേക്ക് പോകാൻ തുടങ്ങുന്ന രോഹിത് വന്നിട്ട് ചോദിക്കും, നീ എന്തിനാണ് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്, നിനക്ക് എന്താ പറ്റിയത് എന്ന് ചോദിക്കുമ്പം എനിക്കിതങ്ങ് സഹിക്കാൻ പറ്റുന്നില്ല, അലീന ചേച്ചി നമ്മുടെ ആരും അല്ല എന്ന് അറിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് ആകെ വിഷമമാണ് എന്നൊക്കെ പറയും. എന്നിട്ട് രോഹിത്തിനോട് ചോദിക്കും, ഇതൊക്കെ അറിഞ്ഞിട്ട് രോഹിയേട്ടന് എന്താ വിഷമമൊന്നും ഇല്ലാത്തത് എന്ന്. അപ്പോൾ രോഹി ചോദിക്കും, അതെന്തിനാ വിഷമിക്കുന്നത്, നമ്മളുടെ ആരും അല്ലാഞ്ഞിട്ടും നമ്മൾ ഇത്രയൊക്കെ സ്നേഹിച്ചില്ലേ, അതുകൊണ്ട് നമ്മളെന്തിനാ വിഷമിക്കുന്നത് എന്ന് ചോദിക്കുമ്പം എനിക്കത് അങ്ങ് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഇനിയിപ്പോൾ നമുക്ക് അലീന ചേച്ചി നമ്മളുടെ സ്വന്തം ചേച്ചിയാണ് എന്ന് ആരോടെങ്കിലും പറയാൻ പറ്റുമോ, ഇനി ഇവിടുത്തെ വേലക്കാരിയാണെന്ന് പറയണോ, എനിക്കതൊന്നും ഇനി ഉൾക്കൊള്ളാനേ പറ്റിയില്ല എന്നൊക്കെ പറയുമ്പം കൃഷ്ണമോൾ അങ്ങോട്ട് വരും. എന്നിട്ട് കൃഷ്ണമോൾ പറയുവാണ്, ഒന്നും സംശയിക്കേണ്ട, സ്വന്തം ചേച്ചിയാണ് എന്നങ്ങ് പറഞ്ഞേക്കണം. ആര് ചോദിച്ചാലും പറയണം നമ്മുടെ സ്വന്തം ചേച്ചിയാണ്, കൂടപ്പുറപ്പാണ്, നമ്മുടെ കുടുംബത്തിലൊരു അംഗമാണ് എന്നൊക്കെ അങ്ങ് പറഞ്ഞേക്കണം. അങ്ങനെ കുറേ പറഞ്ഞു കഴിയുമ്പോൾ അതങ്ങ് സെറ്റ് ആയിക്കോളും. അല്ലാതെ വേറെ തിരിച്ചും മറിച്ചും ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയുമ്പോൾ നീ നിൻ്റെ കാര്യം നോക്ക്, എനിക്ക് അങ്ങനെയൊന്നും പറ്റത്തില്ല, എനിക്കിതങ്ങ് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ആകെ വിഷമിച്ച് അവിടെ ആ സ്റ്റെയറിൽ തന്നെ ഇരിക്കുവാണ്. എന്നാൽ രോഹി പറയുന്നുണ്ട്, നീ ഈ കാര്യമൊക്കെ മനസ്സിൽ നിന്ന് അങ്ങ് വിടുക, അതിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട എന്ന്. അങ്ങനെ പറഞ്ഞിട്ട് രോഹി റൂമിലേക്ക് പോകുന്നു. ഇത്രയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു. അത് കഴിഞ്ഞ് നാളത്തെ പ്രൊമോ കാണിക്കുന്നുണ്ട്. പ്രൊമോയിൽ ബാലേന്ദ്രൻ ഈ പറഞ്ഞ യാത്രയ്ക്ക് തയ്യാറായിരിക്കുവാണ്. എന്നിട്ട് അലീന റൂമിലേക്ക് വരുമ്പോൾ അലീനയുടെ വിഷമത്തോടെ പറയുന്നുണ്ട്, നിന്നെ ഞാൻ എൻ്റെ മകളായി കണ്ടതായിരുന്നു, അങ്ങനെ ഒരു അച്ഛൻ എനിക്കില്ല എന്ന് നീ എല്ലാവരോടും തുറന്നു പറഞ്ഞു, അതോടുകൂടി എല്ലാം തീർന്നില്ലേ എന്നൊക്കെ ഇങ്ങനെ വിഷമത്തോടെ ചോദിക്കുമ്പം അലീന ബാലേന്ദ്രനെ കൈപിടിച്ച് പറയുന്നുണ്ട്, ഞാൻ അച്ഛ എന്ന് വിളിച്ചത് എന്ത് സന്തോഷത്തോടെയാണെന്നറിയാവോ, ആ ഒരു നിമിഷം എനിക്ക് മറക്കാൻ സാധിക്കില്ല. അങ്ങനെ ഞാൻ അച്ഛാന്ന് വിളിച്ച ഒരാൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ഈ ലോകം അറിയണം, അത് എൻ്റെ കൂടി ആവശ്യമാണ്. അച്ഛൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് എല്ലാവരും അറിയുകയും അച്ഛൻ തലയുയർത്തി പിടിച്ച് നിൽക്കുകയും ചെയ്യണം, അതും ഇവിടുന്ന് പോകുമ്പം ഉള്ള എൻ്റെ ഒരു ലക്ഷ്യത്തിലൊന്നാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പിന്നെ ബബിതയെ കാണിക്കുന്നുണ്ട്. ബബിത മനുവിനോട് വിളിച്ച് സംസാരിക്കുന്നു, അലീന ഇവിടുന്ന് പോകരുതെന്ന് പറയണം, മനുവേട്ടൻ പറഞ്ഞ ഒന്ന് സംസാരിക്കുവാണെങ്കിൽ ചിലപ്പോൾ പോയില്ലെങ്കിലോ, അതുകൊണ്ടൊന്ന് സംസാരിക്കാവോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. മനു പറയുന്നുണ്ട്, അലീനയുടെ തീരുമാനമാണ് ഇവിടെ ഏറ്റവും വലുത്, അവൾ തീരുമാനം മാറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ബബിത പറഞ്ഞതുകൊണ്ട് അലീനയോട് സംസാരിക്കുന്നുണ്ട് മനു. അന്നേരം അലീന പറയുന്നുണ്ട്, മനുവേട്ട ഞാൻ ഇവിടുന്ന് പോയാൽ മാത്രമേ മാഡം ഇങ്ങോട്ട് തിരിച്ചു വരുള്ളൂ, അങ്ങനെ മാഡം ഈ വീട്ടിലേക്ക് തിരിച്ചു വരികയും അവരൊരുമിച്ച് ജീവിക്കുകയും ചെയ്യണം, അതിനുള്ള ഏക പോകുമ്പോഴേ ഇവിടുന്ന് പോവുക എന്നൊരൊറ്റ കാര്യമാണ് ഞാൻ, അത് ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ഉറച്ചു നിൽക്കുന്ന അലീനയും കാണിക്കുന്നു.